എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 67 മുതൽ 75 വരെയുള്ള വാക്യങ്ങളാണ്. 66 വരെയുള്ള വേദഭാഗങ്ങളിൽ ഗത്സമന തോട്ടത്തിൽ വെച്ച് യൂദാസിന്റെ ചതിയാൽ റോമൻ പട്ടാളവും മഹാപുരോഹിതന്മാരും ക്രിസ്തുവിനെ പിടികൂടിയെന്നും യേശു തനിക്കെതിരായ കുറ്റാരോപണങ്ങൾക്ക് മൗനം പാലിച്ചെങ്കിലും തന്റെ ദൈവികത്വം ഉറപ്പിച്ചു പറഞ്ഞു എന്നും ഇത് കേട്ട മഹാപുരോഹിതൻ കയ്യാഫാസ് വസ്ത്രം കീറി യേശുവിനെ ദൈവദൂഷകനായി പ്രസ്താവിക്കുകയും കൂടിയിരുന്ന എല്ലാവരും കർത്താവിനെ മരണയോഗ്യനെന്ന് പ്രഖ്യാപിച്ചു എന്ന് നാം വായിച്ചു. 67 മുതൽ 68 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങളിൽ പീഡാസഹനത്തിന്റെ ആരംഭമായി യേശു ക്രിസ്തുവിനേറ്റ അപമാനങ്ങളും ഉപദ്രവങ്ങളും മനുഷ്യരുടെ ക്രൂരതയും ദുഷ്ടതയും വ്യക്തമാക്കിയിരിക്കുന്നു. മഹാപുരോഹിതന്റെ സേവകരും യേശുവിനെ കാവൽ നിന്നിരുന്ന മറ്റ് അവിശ്വാസികളും അവനെ മുഖത്ത് തുപ്പി അടിച്ചു, അവഹേളിച്ചു, പരിഹസിച്ചതെല്ലാം ദൈവദൂഷണത്തിന്റെ ഏറ്റവും താണ രൂപമാണ് എന്ന് വ്യക്തമാണ്. മുഖത്ത് തുപ്പുക എന്നത് ഏറ്റവും മോശമായി അപമാനിക്കുന്നതിന്റെ അടയാളമായി എന്ന് സംഖ്യാപുസ്തകം 12 അധ്യായം 14 വാക്യം മുതലായ വേദഭാഗങ്ങളിൽ നിന്നും വ്യക്തമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 63-64 വരെയുള്ള വാക്യങ്ങൾ കൂടെ ചേർത്ത് വായിച്ചാൽ യേശുവിനെ പരിഹസിച്ചു കണ്ണുകെട്ടി കരണത്ത് അടിച്ച ശേഷം നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്ക എന്ന് ചോദിച്ചു എന്ന് വ്യക്തമാണ്. യേശു ആരാണ് അടിച്ചതെന്ന് അറിയാമായിരുന്നു. എന്നാൽ ആ അപമാനങ്ങൾക്ക് ഒന്നും പ്രതികരിച്ചില്ല. എന്തെന്നാൽ ദൈവിക പദ്ധതി അനുസരിച്ച് സഹിക്കുകയും നിസ്സംഗത പുലർത്തുകയും ചെയ്തു എന്ന് വ്യക്തമാണ്. 1 പത്രോസ് 2 അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്ന ദൈവത്തെ കാര്യം പരമേൽപ്പിച്ചു സർവം സഹിച്ചത് സകല ക്രിസ്ത്യാനികളും കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചതാണ് എന്ന് മനസ്സിലാക്കാം. 69 മുതൽ 75 വരെയുള്ള വാക്യങ്ങളിൽ എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരിത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ടു. അവിടെയുള്ളവരോട്, ഇവനും നസ്രായനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. എന്നാറെ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് നാം വായിക്കുന്നു. യേശു കർത്താവിനെ പിടികൂടി മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ പത്രോസും അകലം വിട്ട് പിൻചെന്നു എന്നും കെട്ടിടത്തിന്റെ അകത്ത് പ്രവേശിക്കാതെ പത്രോസ് അകലെ നിന്ന് നോക്കി എന്നും ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 54 വാക്യത്തിൽ വ്യക്തമാണ്. എന്നാൽ മഹാപുരോഹിതന്റെ ദാസന്മാരിൽ ഒരാളായിരുന്നു ഒരു സ്ത്രീ. അവനെ കണ്ട് പത്രോസിന്റെ അടുക്കൽ വന്ന്, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചത് പത്രോസിന്റെ ആദ്യ പരീക്ഷണമായിരുന്നു. പത്രോസ് ഭയന്ന് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഒരു കൂട്ടം സൈനികരുടെയും വാളുകളും വടികളുമായുള്ള നിരവധി ആയുധധാരികളുടെയും മുന്നിൽ ധൈര്യത്തോടെ തന്റെ വാൾ ഊരിയ വ്യക്തി ഇപ്പോൾ ക്രിസ്തുവിനെ അറിയുന്നില്ലെന്ന് പറയുന്നതായി കാണുന്നു. പിന്നീട് മറ്റൊരു വേലക്കാരി അവനെ കണ്ട് അവിടെയുള്ളവരോട്, ഇവൻ നസ്രായനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് വീണ്ടും സത്യം ചെയ്തു യേശു ക്രിസ്തുവിനെ കുറിച്ച്, ആ മനുഷ്യനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു നിഷേധിച്ചു. മുമ്പിലത്തേതിനേക്കാൾ ശക്തമായി ഒരു സത്യപ്രതിജ്ഞയോടെ ആ മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയും ചെയ്തത് കർത്താവ് പ്രവചിച്ചതുപോലെ പത്രോസ് തള്ളിപ്പറയുമെന്ന കാര്യം നിവൃത്തിയാകുവാൻ ഇടയായി എന്ന് വ്യക്തമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ പത്രോസ് ഇപ്പോൾ ക്രിസ്തുവിനെ താൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു മനുഷ്യനാണ് എന്ന് പറയുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അവിടെയുള്ളവർ അടുത്തു വന്ന്, നിശ്ചയം നീ അവനോട് കൂടെ ആയിരുന്നു, നിന്റെ ഉച്ചാരണം തന്നെ നിന്നെ തെളിയിക്കുന്നു
എന്ന് പറഞ്ഞു എന്നതിന്റെ അർത്ഥം ഗലീലക്കാരുടെ പ്രത്യേകതയുള്ള ഉച്ചാരണം കൊണ്ട് പത്രോസ് ഗലീലക്കാരനാണ് എന്ന് അവർക്ക് വെളിപ്പെട്ടു എന്ന് അർത്ഥമാക്കുന്നു. എന്നാൽ പത്രോസ് അപ്പോൾ ശപിച്ചും സത്യം ചെയ്തും ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് 3-ാം തവണ ഏറ്റവും ശക്തമായി പറഞ്ഞു. ഈ 3-ാം നിഷേധം ഏറ്റവും കൂടുതൽ ഭയാനകമായ രൂപത്തിൽ ശപിച്ചു പറയുമ്പോഴാണ് മത്തായി 26-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു പ്രവചിച്ചതുപോലെ പത്രോസ് 3 തവണ തള്ളിപ്പറഞ്ഞ ശേഷം കോഴി കൂകിയത് എന്ന് നാം വായിക്കുന്നു. എന്നാൽ ആ നിമിഷം പത്രോസിനെ യേശുവിന്റെ വാക്കുകൾ ഓർമ്മ വന്നു. അവൻ പുറത്തു ചെന്ന് അതിദുഃഖത്തോടെ കരഞ്ഞു എന്നത് ചെയ്ത തെറ്റിനെ ഓർത്ത് പത്രോസിന്റെ ഹൃദയഭേദം പ്രകടിപ്പിക്കുന്നു. പത്രോസ് തന്റെ അപരാധം മനസ്സിലാക്കി യഥാർത്ഥമായ മാനസാന്തരത്തോടു കൂടിയ കണ്ണുനീർ ഒഴിച്ചു എന്നത് ദൈവകൃപയാൽ പത്രോസിനെ പുനഃസ്ഥാപിച്ചതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ പത്രോസ് വീണു എന്നും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞു എന്നും ഈ സംഭവത്തിൽ നിന്ന് മനുഷ്യൻ സ്വന്തം ശക്തിയിൽ അവിശ്വസ്തനായി വീണേക്കാമെങ്കിലും ദൈവകൃപ അവനെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള ആത്മീക സത്യം വെളിവാക്കുന്നു.